നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. രാഹുൽ മാങ്കൂട്ടത്തിനെ നിർബന്ധമായും പാലക്കാട് മത്സരിപ്പിക്കണം എന്നാണ് കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തോട് പറയാനുള്ളത്. കാരണം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് ഈ ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും ഒരു മലയാളി സ്ത്രീ വിളിച്ചിട്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു അല്ലെങ്കിൽ ഇന്നാരെങ്കിലും പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ 24 hours ഉള്ളിൽ നടപടി എടുക്കുകയും അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മഹാനായ മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി കഴിഞ്ഞ ദിവസം കാണിച്ച ഒരു തോന്നിവാസത്തിന് ഇതുവരെ ഒരു വിധത്തിലുള്ള നടപടി എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം അറിഞ്ഞതുപോലും ഭാവിക്കുന്നില്ല. നമുക്കറിയാം, ഒരു മന്ത്രി എന്ന പ്രിവിലേജിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ നിയമപ്രകാരം 354A വകുപ്പ് പ്രകാരം നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ചെയ്തിരിക്കുന്നത്. അതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ഞാൻ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ കൂടി ഇനിയും 5ാം തവണ ജയിക്കുമെന്നാണ്. നമുക്കറിയാം, അദ്ദേഹത്തിന്റെ പിതാവ് ഇതുപോലെ തന്നെ 4 പ്രാവശ്യം നിന്ന് ജയിച്ചൊരു വ്യക്തിയാണ്. 5ാം തവണയാണ് അദ്ദേഹവും തോറ്റത്. അതേപോലെ തന്നെയാണ് ഗണേഷ് കുമാറിന്റെ കാര്യവും ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 5ാം ഊഴത്തിൽ ഗണേഷ് കുമാർ തോൽക്കും എന്നാണ് പൊതുജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവരുടെ എല്ലാം മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു ജനവിരുദ്ധമായിട്ടാണ് ഗണേഷ് കുമാറിന്റെ ഇപ്പോഴത്തുള്ള പ്രതികരണം വന്നിരിക്കുന്നത്. ഇതൊക്കെ വെറുതെ ഭ്രാന്ത് വിളിച്ചു പറയുകയാണ്. എനിക്ക് ഇത്രയും വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി ഇതുവരെ ജയിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടോടുകൂടി ഞാൻ ജയിക്കും എന്നൊക്കെയാണ് പൊതുജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ അവിടെ നടന്ന സംഭവങ്ങളെ വളരെ വ്യക്തമാക്കിയിട്ട് തൻ്റെ ഫോണിൽ പകർത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതെല്ലാം ഞാൻ പുറത്തു വിടും എന്നും പറയുന്നു. അപ്പൊ അത്രയധികം വളരെ വ്യക്തമായ ഒരു സോളിഡ് എവിഡൻസ് ഉള്ളത് കയ്യിലുണ്ടായിട്ട് പോലും അങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് പറയുമ്പോൾ, മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി എല്ലാം അതിൽ ഉൾപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് ഗവൺമെന്റിന്റെ ഒരു വലിയ തെറ്റായി മാറുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്നിട്ട് പോലും ഗണേഷ് ഇനിയും മത്സരിക്കും എന്ന് പറയുമ്പോൾ ഏത് രീതിയിലെങ്കിലും പാലക്കാട് MLA ശ്രീ രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഇന്ന് വരെ തെളിഞ്ഞിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മ്യൂണിസ്റ്റുകാരും BJP-കാരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ അതിരൂക്ഷമായി ഇങ്ങനെ കല്ലെറിഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. ആ ഒരൊറ്റ കാരണം കൊണ്ട് പാർട്ടിയുടെ പ്രാഥമികമായിട്ടുള്ള അംഗത്വത്തിൽ നിന്ന് പോലും രാഹുലിനെ മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും രാഹുൽ എന്ന് പറയുന്ന വ്യക്തി എന്തുകൊണ്ടും കേരള നിയമസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യനാണ് എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. ഇതെല്ലാം ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള ഒരു രാഷ്ട്രീയ തരം താഴ്ന്ന കളിയാണ് രാഹുലിന് നേരെ സംഭവിച്ചിട്ടുള്ളത് എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്ന് വരെ ഒരു വിധത്തിലും രാഹുൽ കുറ്റക്കാരനാണ് എന്നും രാഹുലും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ നിയമ വ്യവസ്ഥിതിക്കെതിരായി ഞാൻ ഇന്ന് വരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ്. എന്നാൽ മന്ത്രി ഗണേഷ് കുമാറിന്റെ കാര്യത്തിൽ സെക്ഷൻ 354A പ്രകാരം വളരെ നിയമവിരുദ്ധമായ തെറ്റാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ന്യായീകരിക്കുന്നതോ പുനത്തിൽ കുഞ്ഞബ്ദുള്ള, മാധവിക്കുട്ടി ഇവരൊക്കെ ഗംഭീരമായിട്ട് പ്രണയിച്ച് നടന്നവരാണ് എന്നാണ്. അവരുടെയൊക്കെ പേര് പറയാൻ എന്ത് യോഗ്യതയാണ് ശ്രീ ഗണേഷ് കുമാറിനുള്ളത് എന്നാണ്. ഗണേഷ് കുമാർ ഒരു കവിയോ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനോ സർഗാത്മകതയുടെ ഒരു പീക്ക് ലെവലിൽ നിന്ന് ചിന്തിക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യനല്ല. അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്, രാഷ്ട്രീയക്കാരനാണ്, സർവോപരി ഒരു നടനായിരിക്കാം. പക്ഷെ ഒരു നടൻ എന്ന നിലയിൽ ഇന്ന് വരെ ഗണേഷ് കുമാർ ഒരു മികവുറ്റ ഒരു കഥാപാത്രം മലയാള സിനിമയിൽ ഇന്ന് വരെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ സിനിമയിലൊന്നും അയാളെ വിളിക്കാറുമില്ല എന്നാണ് പറയുന്നത്. വിളിക്കാത്തത് ഇതാണ്, നല്ല രീതിയിൽ അഭിനയിക്കാൻ കഴിവുള്ള ഒരു നടനാണെങ്കിൽ ആരും വിളിച്ച് അഭിനയിപ്പിക്കും. അത്തരത്തിലുള്ള ഒരു കഴിവുള്ള നടനല്ല എന്ന് മമ്മൂക്കയെ വെച്ച് സിനിമ ചെയ്യുന്നവർക്ക് തോന്നിക്കാണില്ല. അതായിരിക്കും ഗണേഷ് കുമാറിനെ വിളിക്കാതിരുന്നത്. ഏതായാലും അദ്ദേഹത്തെ വിളിക്കാതിരുന്നുകൊണ്ട് മമ്മൂട്ടി രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ മമ്മൂട്ടിനെയും കോർത്തിണക്കി എന്തെങ്കിലും കഥകൾ വന്നേനെ. ഇപ്പൊ തന്നെ മോഹൻലാലിനെ വെച്ച് മോഹൻലാൽ 10 പൈസ വാങ്ങാതെയാണ് KSRTC-യിൽ വന്ന് പരസ്യം ചെയ്തത് എന്നൊക്കെ പറയണം. അതിന്റെ പിന്നിൽ പല കഥകളും ആളുകൾ പറഞ്ഞു നടക്കുന്നുണ്ട്. അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും ഗണേഷ് കുമാർ ഇപ്പൊ ചെയ്ത ഇത്രയും മോശമായ ഒരു പ്രവൃത്തി ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ എല്ലാവിധ സപ്പോർട്ടും നൽകി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും കൂടെയുണ്ട് എന്നതാണ് മനസ്സിലാവുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന സർക്കാരും മന്ത്രിമാരും നിലനിൽക്കുന്ന നാട്ടിൽ ഇന്ന് വരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത വളരെ യങ്ങായ
ഒരു ജനപ്രതിനിധി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അത്രയും ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കുന്ന, അവിടെയുള്ള ആളുകൾക്ക് എത്രയോ വീടുകൾ വെച്ചു കൊടുത്തിട്ട് അതിന്റെ താക്കോൽദാനം ഇപ്പൊ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരൻ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരിച്ചെടുക്കണം, പാലക്കാട് മത്സരിപ്പിക്കണം. അത് 100 അല്ല 110% ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഊർജം നൽകുന്ന കാര്യമായി മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, അത് നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം.